ഈ വാഹനം ഓടിക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല, ഈ വാഹനം ഓടിക്കാത്ത ഒരൊറ്റ മലയാളി പോലും ഉണ്ടാവില്ല. പ്രസന്റിംഗ് ദി ഓൾ ന്യൂ മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024. വെൽക്കം ടു ടർബോ ഡ്രൈവ്. (2005) മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവതരിപ്പിച്ചത്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 60 ലക്ഷത്തോളം യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഈ ഒരു മോഡൽ ഇന്ത്യയിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടത് 30 ലക്ഷത്തിലധികമാണ്. അതായത് 50%-ലേറെയാണ് ഈ വാഹനത്തിന്റെ ഇന്ത്യയിലെ ബൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സെക്കൻഡ് മാർക്കറ്റ് അതായത് യൂസ്ഡ് കാർ വിപണി നോക്കുകയാണെങ്കിൽ പോലും സ്വിഫ്റ്റിന്റെ തട്ട് ഇപ്പോഴും താണു തന്നെയാണ് ഇരിക്കുന്നത്. അത്രയധികം ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു വിപ്ലവവും ആ ഒരു ഫാൻ ബേസും വേറെ ലെവൽ തന്നെയാണ്. എന്നാൽ അത്രയധികം ഫാൻ ബേസ് ഉള്ള സ്വിഫ്റ്റിന് പുതിയ സ്റ്റൈലിങ്ങും പുതിയ കുറച്ച് ഡിസൈൻ പാറ്റേണും ആഡ് ചെയ്തുകൊണ്ട് 2024 വന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ്. മാരുതി ഇതിനെ വിളിക്കുന്നത് ദ എപ്പിക് സ്വിഫ്റ്റ് എന്നാണ്. തേർഡ് ജനറേഷൻ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോർത്ത് ജനറേഷനിലും അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. ആ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കോസ്മെറ്റിക് എലമെന്റ്സിൽ പുതിയൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിലുള്ള DRL ആണ് കൊടുത്തിരിക്കുന്നത്. LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. ഗ്രില്ല് നോക്കുകയാണെങ്കിലും ആ ഒരു ഗ്രില്ലിന്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ഡിസൈൻ എലമെന്റ്സ് പുതിയൊരു ഡിസൈൻ എലമെന്റ്സ് ആണ്. ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിലുള്ള എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു എയർ ഡാം ആണെങ്കിലും ഒരു ബ്ലാക്ക് എലമെന്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ C ഷേപ്പിലായിട്ടുള്ള ഒരു LED ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാൻ കഴിയും. കൂടാതെ ഈ ഒരു ബോണറ്റിലും കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നതും ഒരു പുതിയ ഡിസൈൻ പാറ്റേൺ ആണ്. ഈ ഒരു കട്ടിംഗ് ആണെങ്കിൽ ഈ ഒരു ബോഡി ലൈൻ ആണെങ്കിലും വാഹനത്തിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നും തുടങ്ങി സൈഡിലേക്ക് വന്ന് ടെയിൽ ലാമ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് തിരിച്ച് പിന്നെയും ഈ ഒരു ഭാഗത്തേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. പുതിയ കുറച്ച് കളർ പാറ്റേണും ഈ ഒരു എപ്പിക് സ്വിഫ്റ്റിൽ മാരുതി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ടോണിന്റെ ഒരു കളർ പാറ്റേൺ ആണ്. ഒരു ബ്ലാക്ക് എലമെന്റിലുള്ള റൂഫും ബ്ലൂ എലമെന്റിലുള്ള ഒരു ബോഡി കളറുമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റിൽ നമുക്ക് ഇവിടെ മാത്രമേ ഒരു പ്രോപ്പർ ഡോർ ഹാൻഡിൽ ലഭിച്ചിരുന്നു എങ്കിൽ ഈ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ 2 ഡോറിനും പ്രോപ്പറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബോഡി ലൈനാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ടിലെ ബോണറ്റിൽ നിന്ന് തുടങ്ങി ഈ ഒരു വാഹനത്തിന് ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബൈക്കിലേക്ക് വരുവാണെങ്കിലും ഈ ഒരു റൂഫ് ലൈൻ, ഈ ഒരു സി പില്ലർ എൻഡ് ചെയ്യുന്നതും ഒരു പുതിയൊരു ഡിസൈൻ പാറ്റേൺ ആണ് പ്രീവിയസ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. 15 ഇഞ്ച് വീലാണ് ഈ ഒരു ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് ലഭിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഡ്യുവൽ ടോണിലുള്ള ഒരു അലോയ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ലോവർ വേരിയന്റിലേക്ക് വരുമ്പോൾ അത് 14 ഇഞ്ച് ടയറായിട്ട് മാറുന്നുണ്ട്. പുതിയ സ്വിഫ്റ്റിലും സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാൽ ലെങ്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഹൈറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 3845 ആയിരുന്നു പ്രീവിയസ് ജനറേഷന്റെ വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ 3860 മാറിയിട്ടുണ്ട്. വാഹനത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1530 മില്ലിമീറ്റർ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ 1520 മില്ലിമീറ്റർ ആയിട്ട് വാഹനത്തിന്റെ ഹൈറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ എപ്പിക് സ്വിഫ്റ്റിന്റെ റിയർ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സർഫസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ ഒരു ടെയിൽ ലാമ്പ് ഡിസൈനും ഈ ഒരു പുതിയ സ്വിഫ്റ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട ആ ഒരു C ഷേപ്പിലായിട്ടുള്ള ഒരു DRL ഡിസൈൻ എലമെന്റ് ഈ ഒരു പിൻഭാഗത്തും ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടെയിൽ ലാമ്പിന്റെ ഈ ഒരു ബമ്പർ, അതായത് ടെയിൽ ലാമ്പിലേക്ക് ഈ ഒരു ബമ്പർ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ചെറിയൊരു ചരിഞ്ഞൊരു ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ലാലേട്ടന്റെ ചരിഞ്ഞുള്ള നടത്തമാണെന്ന് തോന്നുന്നു ഈ ഒരു ഡിസൈനിന്റെ ഇൻസ്പിറേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് സെൻസസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ റിഫ്ലക്ടേഴ്സ് ലഭിക്കുന്നുണ്ട്. സ്വിഫ്റ്റിന്റെ ആ ഒരു സ്പോർട്ടിനെസ് നിലനിർത്താനാണ് തോന്നുന്നു ഈ ഒരു ബമ്പറിലും ആ ഒരു സ്പോർട്ടി ഫീൽ നൽകുന്ന ഡിസൈൻ എലമെന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, ഡിഫോക്കൽ ലൈൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയർ വൈപ്പർ നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിൽ നമുക്ക് ഷാർഫിൻ ആന്റിന അല്ല ലഭിക്കുന്നത്, നോർമൽ ആന്റിനയാണ് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ബൂട്ട് ഡോർ നോക്കുകയാണെങ്കിൽ 268 ലിറ്റർ ആയിരുന്നു പ്രീവിയസ് ജനറേഷനിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ 265 ലിറ്റർ ആയിട്ട് ബൂട്ട് സ്പേസിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് കാര്യമായിട്ടുള്ള വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കുന്നില്ല. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം ലഗേജസ് ഇപ്പം ഫിൽഡ് ആണ്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയാണ് ലഭിക്കുന്നത്. സ്പെയർ വീൽ അലോയ് അല്ല, നോർമൽ വീലാണ് ലഭിക്കുന്നത്. കൂടാതെ നമുക്കൊരു ഹുക്ക് ലഭിക്കുന്നുണ്ട്, ഒരു ലാമ്പ് ലഭിക്കുന്നുണ്ട്, പാഴ്സൽ ട്രെയിൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു ഫാമിലി യൂസിന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലും ഈ ഒരു വാഹനത്തിന്റെ സ്റ്റോറേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിൽ മാത്രമല്ല ഇന്റീരിയറിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഈ ഒരു പുതിയ എപ്പിക് സ്വിഫ്റ്റിൽ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ 9 ഇഞ്ചിന്റെ ഒരു
ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ ബലേനോയിലും ഫ്രോങ്സിലും ബ്രസയിലും അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരിലും കണ്ട സെയിം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. പക്ഷേ എന്നാൽ ലേഔട്ടിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല വെൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് താഴേക്ക് വരുമ്പോഴും ആ ഒരു എൻ്റെ കൺസോൾ ആ ഒരു ബ്രസയിലൊക്കെ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ഡാഷ്ബോർഡ് 3-4 ലെയറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സിൽവർ എലമെന്റിന്റെ പാറ്റേൺ സൈഡിൽ നിന്ന് തുടങ്ങി ഈ ഒരു വശത്ത് വരെ എൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്, അതായത് AMT ആണ്. മാരുതി ഇതിനെ ഏജസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ള ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു കൺസോൾ ആണെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് ആണ് ഗിയർ നോബിന് ചുറ്റും കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിയർ കൊടുത്തിരിക്കുന്ന ഒരു കുട്ടി ഗിയറാണ്, വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ഗിയറാണ്. പക്ഷേ അത് ഹോൾഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ലൊരു ഫീലും കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും USB ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അത്യാവശ്യം ടച്ച് ഫീലുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൗ ബോക്സിൽ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. സീറ്റ് ആണെങ്കിലും നല്ലൊരു ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ AC വെൻസ് വരുന്നുണ്ട്. എന്നാൽ ആംബ്രസ്റ്റ് വരുന്നില്ല. പക്ഷേ നമുക്ക് മൊബൈൽ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഈ ഒരു സ്റ്റിയറിംഗിലാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ലെതർ എലമെന്റ് അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്, നല്ല ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫംഗ്ഷൻസ് എല്ലാം ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ വളരെ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു 3D ഫീൽ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിജിറ്റൽ പ്ലസ് അനലോഗ് എന്നീ ഡിസ്പ്ലേകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ RPM മീറ്റർ കൊടുത്തിരിക്കുന്ന ആ ഒരു കൺസോൾ എന്ന് പറയുന്നത് ക്രോം എലമെന്റ് റൗണ്ട് ഷേപ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ടാക്കോമീറ്ററിന് കൊടുത്തിരിക്കുന്നത് ക്രോം അല്ല. അതും ഒരു വ്യത്യാസം. ഒരു കൺസോളിൽ തന്നെ 2 എലമെന്റിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ടും ആ ഒരു അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. പക്ഷേ അത് ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് ഒരു ടർബോയോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് എഞ്ചിനോ ഈ ഒരു വാഹനത്തിൽ വരും എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ ആ ഒരു അനൗൺസ്മെൻ്റ് ഒന്നും മാരുതി അറിയിച്ചിട്ടില്ല. മേ ബി ചിലപ്പം നെക്സ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സിനുള്ളിൽ ഹൈബ്രിഡ് വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ഇതിൻ്റെ എഞ്ചിൻ സീരീസ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു K12 സീരീസിലുള്ള എഞ്ചിനാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആ ഒരു സീരീസ് മാറ്റി Z സീരീസ് ആക്കിയിട്ടുണ്ട്. എന്നാൽ സാഡ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 3 സിലിണ്ടർ ആയി എന്നുള്ളതാണ്. ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്ന എല്ലാ സെറ്റിലും 4 സിലിണ്ടർ ആയിരുന്നു. ഒരു സിലിണ്ടർ പോയപ്പോൾ തന്നെ പവറിലും റിഫൈൻമെൻറ്റിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ആ ഒരു ഫൺ പാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ മാരുതിക്ക് സാധിച്ചിട്ടുണ്ട്. പവർ കുറച്ചിട്ടുണ്ട്. 80 HP പവറും 111 ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയൻസിലും മാരുതി കൊടുത്തിട്ടുണ്ട്. മാനുവലിന് 24 കിലോമീറ്റർ മൈലേജും ഓട്ടോമാറ്റിക്കിന് 25 കിലോമീറ്റർ മൈലേജാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് AGS ആണ് വരുന്നത്. AMT ട്രാൻസ്മിഷനാണ്. അതിനെ മാരുതി വിളിക്കുന്നത് AGS എന്നാണ്. AGS അത്യാവശ്യം ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗിയർ മാറുന്നതിനിടയ്ക്കുള്ള ഒരു ലാഗ് ഉണ്ട്. പക്ഷേ എന്നാലും അതിനെ കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് ഈ ഒരു പുതിയ എഡിഷനിൽ മാരുതിക്ക് സാധിച്ചിട്ടുണ്ട്. റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങും കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനും ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉള്ളിലേക്ക് വരുന്നില്ല. നല്ല രീതിയിൽ കോർണേഴ്സൊക്കെ പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നോയ്സ് ത്രോട്ടിലിൻ്റെ ആ ഒരു റേഷ്യോ അനുസരിച്ച് ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് മാറ്റർ ഹിയർ. ഇറ്റ്സ് റിയലി ഫൺ ടു ഡ്രൈവ് കാർ. ആൻഡ് ഈ ഒരു എഞ്ചിൻ നമുക്ക് എത്ര വേണമെങ്കിലും അബ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റിലയബിലിറ്റി തരുന്ന ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര അബ്യൂസ് ചെയ്താലും അല്ലെങ്കിൽ അത്ര ഹാർഡ് ത്രോട്ടിൽ കൊടുത്താലും ഒരു പോയിന്റ് ഓഫ് കഴിയുമ്പം എഞ്ചിൻ ആ ഒരു ബാക്ക് ടു നോർമലിലേക്ക് തിരിച്ചു വരും. നമുക്ക് അങ്ങനത്തെ ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഈ ഒരു എഞ്ചിനിൽ കൂടുതൽ ഓവർലോഡ് കൊടുത്താൽ അല്ലെങ്കിൽ കൂടുതൽ പുഷ് ചെയ്താലും തോന്നുന്നില്ല. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ മറ്റ് മാനുഫാക്ചേഴ്സിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം, റിലയബിലിറ്റി. ഈ ഒരു വാഹനത്തിനൊരു ടർബോ എഞ്ചിനൂടെ വരുമായിരുന്നെങ്കിൽ മേ ബി ഇറ്റ് വിൽ ബി എ ക്രാക്കിംഗ് ഡീൽ. സോ ഐ തിങ്ക് മാരുതി ഫ്രോങ്സിൽ കൊടുത്ത ആ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
സേഫ്റ്റി ഇല്ല എന്നുള്ളതായിരുന്നു സ്വിഫ്റ്റിന് അല്ലെങ്കിൽ മാരുതിയുടെ വാഹനങ്ങൾക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ 6 എയർ ബാഗ് എല്ലാ വേരിയൻസിലും, അതായത് ഫ്രം ദി ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് എല്ലാ വേരിയൻസിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ലഭിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. 6.5 ലക്ഷം രൂപ മുതൽ 9.5 ലക്ഷം രൂപ വരെയാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ വിവിധ വേരിയൻസിലെ വില എന്ന് പറയുന്നത്. പ്രീവിയസ് ജനറേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇനിഷ്യൽ വേരിയൻസിൽ കുറച്ചധികം പ്രൈസ് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൈസ് പോയിന്റിന് ഇതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 30 ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഈ ഒരു വാഹനം ഇനിയും കൂടുതൽ ലക്ഷം മോഡലുകൾ വിറ്റഴിക്കുമെന്നതിൽ 100% ഉറപ്പാണ്. അത്രയധികം അപ്ഡേറ്റോട് കൂടിയാണ് ഈ ഒരു പുതിയ സ്വിഫ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം മാരുതി ഇതിനെ ദ എപ്പിക് സ്വിഫ്റ്റ് എന്ന് വിളിക്കാൻ കാര്യം. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്.